ഹലോ എവ്രിവൺ, എല്ലാവർക്കും സൈക്യു ലേണിംഗിന്റെ ഒരു പുതിയ സെഷനിലേക്ക് സ്വാഗതം. ഞാൻ ഹാരിസ്. ഇന്ന് നമ്മൾ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ആങ്സൈറ്റി? ആങ്സൈറ്റി എന്നാൽ എന്ത്? നമ്മൾ അബ്നോർമൽ സൈക്കോളജിയിൽ വളരെ പ്രിവലന്റ് ആയിട്ടുള്ള കോമൺ ആയി കാണുന്ന ഒരു സെറ്റ് ഓഫ് ഡിസോർഡേഴ്സ് ആണ് ആങ്സൈറ്റി ഡിസോർഡേഴ്സ്. സോ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ഡീപ്പ്, എന്താണ് ആങ്സൈറ്റി? സോ വാട്ട് ഈസ് ആങ്സൈറ്റി? മലയാളത്തിൽ ഉത്കണ്ഠ എന്ന് നമ്മൾ പറയും. സോ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സംഭവത്തിനോടുള്ള ക്രമാതീതമായിട്ടുള്ള ഭയം എന്ന് നമുക്ക് ആങ്സൈറ്റിയെ വിളിക്കാം. സോ അപ്പോൾ നമ്മുടെ ചോദ്യമാണ് ഫിയർ ആൻഡ് ആങ്സൈറ്റി. എങ്ങനെയാണ് ഫിയറും ആങ്സൈറ്റിയും ഡിഫറെന്റ് ആയിട്ടിരിക്കുന്നത്? സോ സൈക്കോളജിയിൽ വെൻ വി ലുക്ക് ഡീപ്പ്, ഫിയർ കംസ് ആസ് ആൻ ഇമോഷണൽ റെസ്പോൺസ്. ഫിയർ എന്നത് ഒരു ഇമോഷണൽ റെസ്പോൺസ് ആണ്, അത് നമ്മുടെ മുന്നിലുള്ള ത്രെറ്റിനോട്. എന്നാൽ ആങ്സൈറ്റി എന്നത് ഒരു അപ്രിഹെൻഷൻ ആണ്, അല്ലെങ്കിൽ ആന്റിസിപ്പേഷൻ എന്നൊക്കെ നമുക്ക് വിളിക്കാം. അതായത് നമ്മൾ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിനോട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പെർസെപ്ഷൻ ആണ് ആങ്സൈറ്റി എന്നതുകൊണ്ട് പറയുന്നത്. സോ ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, ഈ അപ്പർസെപ്ഷൻ ക്രമാതീതമായി നമ്മുടെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇറ്റ്സ് സംതിങ് ഡിസോർഡേഴ്സ്. സോ ഇത്രയും ഡിസോർഡേഴ്സ് നമ്മൾ പഠിച്ചു വരുമ്പോൾ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് എങ്ങനെയാണ് ഡിഫറെന്റ് ആയിരിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ഈ സെഷനിൽ നോക്കാൻ പോകുന്നത്. സോ ആങ്സൈറ്റി എന്താന്ന് മനസ്സിലായി. ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഫ്രം ഫിയർ? എങ്ങനെയാണത് ഫിയർ, ഭയത്തിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കുന്നത് എന്നും നമ്മൾ നോക്കി. സോ ഇന്ന് ബേസിക്കലി 4 മേജർ ഡിസോർഡേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, സ്പെസിഫിക് ഫോബിയ, ദെൻ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, ദെൻ പാനിക് ഡിസോർഡർ, ആൻഡ് ലാസ്റ്റ് ജനറൽ ആങ്സൈറ്റി ഡിസോർഡേഴ്സ്. സോ നമുക്ക് ആദ്യത്തെ ഡിസോർഡറിലേക്ക് കടക്കാം. എന്താണ് സ്പെസിഫിക് ഫോബിയ? സോ ആ പേരിൽ തന്നെ ഉണ്ട് സ്പെസിഫിക് ഫോബിയ. സോ ഫോബിയന്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഫോബിയ ഈസ് ഡിഫൈൻഡ് ആസ് ആൻ എക്സസീവ് പെർസിസ്റ്റന്റ് ഫിയർ ഓർ ആങ്സൈറ്റി അബൌട്ട് എ സ്പെസിഫിക് ഒബ്ജക്ട്, സിറ്റുവേഷൻ, സർക്കംസ്റ്റാൻസ് that is out of proportion to the actual danger and often leads the person to avoid it. So ഫോബിയ എന്നാൽ എക്സസീവ്, വളരെ ക്രമാതീതമായിട്ടുള്ള പെർസിസ്റ്റന്റ്, നിലനിൽക്കുന്ന ആങ്സൈറ്റി അബൌട്ട് എ സ്പെസിഫിക് ഒബ്ജക്ട്, ഒരു വസ്തുവിനോട്, അല്ലെങ്കിൽ സിറ്റുവേഷൻ, ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു സർക്കംസ്റ്റാൻസ്, ഒരു സ്റ്റേറ്റിനോടുള്ള ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ഓഫ് ആക്ച്വൽ ഡേഞ്ചർ. ശരിക്കും എന്താണോ ആ സിറ്റുവേഷൻ നമ്മൾക്ക് മുന്നോട്ട് വെക്കുന്നത് അതിൽ കൂടുതൽ, അതിന് ക്രമാതീതമായിട്ടുള്ള ഒരു ഭയം, എന്നിട്ട് അത് ആ വ്യക്തി, ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് എന്നത് ഒഴിവാക്കുക, അതിൽ നിന്ന് മാറി നിൽക്കുക, അതിൽ നിന്ന് ഒളിച്ചോടുക എന്നൊരു തരത്തിലേക്ക് നമ്മുടെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്പെസിഫിക് ഫോബിയ ആയിട്ട് കണക്കാക്കുന്നതാണ്. അബ്നോർമൽ സൈക്കോളജിയിൽ 4 തരത്തിലുള്ള സ്പെസിഫിക് ഫോബിയാസ് ആണ് നമുക്ക് കാണാവുന്നത്. ഒന്ന് ഒബ്ജക്റ്റ്, രണ്ടാമത്തത് സിറ്റുവേഷൻ, 3 എൻവയോൺമെന്റ്, 4 ബ്ലഡ് ഇഞ്ചറി ഇഞ്ചക്ഷൻ ടൈപ്പ് എന്ന് പറയും. സോ ഫസ്റ്റ് ടൈപ്പ് നമുക്ക് നോക്കുകയാണെങ്കിൽ, എന്താണ് ഒബ്ജക്റ്റ് സ്പെസിഫിക് ഫോബിയ? നമ്മളിൽ പലർക്കും 8 കാലി, അല്ലെങ്കിൽ കത്തി, അല്ലെങ്കിൽ കാറിൽ യാത്ര ചെയ്യുക എന്നുള്ളതൊക്കെ പേടി തോന്നുന്ന സാഹചര്യമായിട്ട് ചില ആളുകൾക്ക് തോന്നാറുണ്ട്. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒബ്ജക്റ്റിനോട് തോന്നുന്ന ഫിയറിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് സ്പെസിഫിക് ഫോബിയ എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ദിവസം ഒരു റൂമിൽ നമ്മൾ നമ്മുടെ ഫോൺ നോക്കിയിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പുറത്തെ റൂമിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ഒരു ഒച്ച കേൾക്കുകയാണ്, ഭയങ്കര ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു ഒച്ച കേൾക്കുകയാണ്. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരൻ റൂമിന്റെ ഒരു മൂലയിൽ ഭയങ്കര പേടിച്ചിട്ട് ഇരിക്കുകയാണ്. നമ്മൾ അവരോട് ചെന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ നോക്കുമ്പോൾ പേടിപ്പെടുത്തുന്നതായിട്ട് നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. അവരവിടെ ഒരു 8 കാലിനെ കാണണ്ടായി. പക്ഷെ അത് ഒരു 8 കാലിനോട് കാണുമ്പോൾ ഉള്ള ഫിയറിനെയും കാട്ടിലും
വളരെ ക്രമാതീതമായിട്ടാണ് അവൻ അതിനെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് സൈൻ ആണ്. എന്ത്? എക്സസീവ് ആൻഡ് ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ഫിയർ. നമ്മൾ അങ്ങനെ ആ എട്ടുകാലിനെ റൂമിൽ നിന്ന് മാറ്റി, പക്ഷെ ആ ഫ്രണ്ട് വീണ്ടും ആ റൂമിലേക്ക് പ്രവേശിക്കാനോ അല്ലെങ്കിൽ അവിടെ ഇരിക്കാനോ വിസമ്മതം കാണിക്കുകയാണ്, അല്ലെങ്കിൽ ഡിസ്കംഫേർട്ട് കാണിക്കുകയാണ്. അപ്പോൾ അതൊരു സൈനാണ്. അത് സ്പെസിഫിക് ഫോബിയയില് ഒബ്ജക്ട് സ്പെസിഫിക് ഫോബിയന്റെ ഒരു സൈൻ ആയിട്ട് നമുക്ക് കാണാം, ഒരു സൈൻ, ഒരു സിംറ്റം ആയിട്ട് നമുക്ക് കാണാം. അങ്ങനെ അത്തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റിനോടുള്ള പേടിയാണ് നമ്മൾ സ്പെസിഫിക് ഫോബിയ ആയിട്ട് പറയാം. നമ്മൾ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇററാഷണൽ ആൻഡ് ഇന്റൻസ് ഫിയർ ഓഫ് സ്പെസിഫിക് ഒബ്ജക്ട് ഓർ സിറ്റുവേഷൻ ലീഡ്സ് ടു അവോയ്ഡൻസ് ബിഹേവിയർ. പേഴ്സൺ റെക്കഗ്നൈസ് ഫിയർ ഈസ് അൺറീസണബിൾ ബട്ട് കനോട്ട് കൺട്രോൾ. ആ വ്യക്തിക്ക് തന്നെ മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ ഈ പേടി, എൻ്റെ ഈ ഉത്കണ്ഠ അൺറീസണബിൾ ആണ്, അത് ഔട്ട് ഓഫ് പ്രപ്പോർഷൻ ആണ്. ശരിക്കും ആ ഒബ്ജക്റ്റ് നമ്മളോട് ആവശ്യപ്പെടുന്നതിലേറെ നമ്മൾ അതിനെ ഭയക്കുന്നുണ്ട്. ബട്ട് കനോട്ട് കൺട്രോൾ. അവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലാണ് അവരുടെ അവസ്ഥ എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ സ്പെസിഫിക് ഫോബിയ ആയിട്ട് കണക്കാക്കുന്നതാണ്. സോ നമ്മൾ എങ്ങനെ ഇത് വരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ മുന്നേ പഠിച്ച കണ്ടീഷനിങ്ങിൽ ഇതിന് ഒരു റീസൺ ഉണ്ട്. അതായത് തുടരെ, ലൈക്ക് നമ്മുടെ ന്യൂട്രൽ സ്റ്റിമുലസ് ആയിട്ടുള്ള ഇപ്പോ ഈ എട്ടുകാലി അയാളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് അയാൾ വീണ്ടും വീണ്ടും അഭിമുഖീകരിക്കുകയാണെങ്കിൽ ഓബിയസ്ലി അയാൾക്ക് ഫിയർ അയാളിൽ കണ്ടീഷൻഡ് ആയിട്ട് ലേൺ ചെയ്യും ഒരു സിറ്റുവേഷൻ. ജനറ്റിക് പ്രീഡിസ്പോസിഷൻ, നമ്മുടെ പാരൻസിൽ ഇത്തരത്തിലുള്ള ഫിയേഴ്സ് ഉണ്ടെങ്കിൽ അത് അവരുടെ ഓഫ്സ്പ്രിങ്സ്, അതായത് കുട്ടികളിലേക്ക് ജനറ്റിക്കലി ഇൻഹെറിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ട്രോമാറ്റിക് എക്സ്പീരിയൻസ്, ഇപ്പം ഒരാൾക്ക് അയാൾ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി, അത് അയാളെ ആ കണ്ടീഷനിലേക്ക് ഫിയർ അല്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ടാക്കാൻ കാരണക്കാരാക്കുന്നതാണ്. നമ്മൾ സ്പെസിഫിക് ഫോബിയ പറഞ്ഞു. അടുത്തതായിട്ട് വരുന്നതാണ് സിറ്റുവേഷൻ. അതായത് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ അയാളിൽ ഫോബിയ ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ, ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസസ് ലൈക്ക് ലിഫ്റ്റ്, അടച്ചിട്ട റൂമുകൾ, ഹൈറ്റ്, ഫ്ലൈയിങ് എന്നുള്ള സിറ്റുവേഷൻസ് അവർക്ക് ഇങ്ങനത്തെ ഫിയേഴ്സ് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത ഒന്നാണ് എൻവയോൺമെന്റ്. ലൈറ്റ്നിങ്, തണ്ടർ എന്നീ കാര്യങ്ങൾ ഇതേപോലെ ആളുകൾക്ക് ഫിയർ ഉണ്ടാക്കാവുന്ന ഒരു കാറ്റഗറിയാണ്. അടുത്ത ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ബ്ലഡ് ഇഞ്ചറി ഇഞ്ചക്ഷൻ. ചില ആളുകളിൽ ബ്ലഡ്, ചോര കാണുന്നത്, മുറിവ്, അതേപോലെ തന്നെ ഇഞ്ചക്ഷൻ എന്നതിനോടൊക്കെ ക്രമാതീതമായിട്ടുള്ള ആങ്സൈറ്റി ആളുകൾ കാണിക്കുന്നതാണ് അടുത്ത കാറ്റഗറി. അങ്ങനെ സ്പെസിഫിക് ഫോബിയയിൽ 4 കാറ്റഗറിയാണ് നമ്മൾ കണ്ടത്. ഒന്ന് സ്പെസിഫിക് ഫോബിയ, രണ്ടാമത്തത് സിറ്റുവേഷൻ, മൂന്നാമത്തത് എൻവയോൺമെന്റ്, 4 ബ്ലഡ് ഇഞ്ചറി ഇഞ്ചക്ഷൻ ടൈപ്പ്. സോ ഇനി കമ്മിങ് ടു ദ ട്രീറ്റ്മെന്റ് സൈഡ്, എങ്ങനെ ഇതിനെ തരണം ചെയ്യാം? ഒരാൾക്ക് ക്രമാതീതമായിട്ട് ഇങ്ങനത്തെ ഒരു പെർട്ടിക്കുലർ സാധനത്തിനോട് ഫിയർ ഉണ്ട്, അയാൾക്ക് ഭയങ്കരമായിട്ടുള്ള പേടിയുണ്ട്. എന്താണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ? ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്നുള്ളതാണ്. ജോസഫ് വോൾപേ പ്രപ്പോസ് ചെയ്ത ഒരു തെറാപ്യൂട്ടിക് ടെക്നിക്കാണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ. നമ്മൾ ഈ വാക്കിൽ പറയുന്നത് പോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് അയാളെ ആ പേടിയിൽ നിന്ന് ഡീസെൻസിറ്റൈസ് ചെയ്യുക. നമ്മുടെ അയാളെ ചെറിയ 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 സ്റ്റെപ്സ് ആക്കി ആ ഫിയറിനെ അയാളെ അഭിമുഖീകരിക്കാൻ പ്രാപ്തനാക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷനിൽ നമ്മൾ നോക്കുന്നത്. സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ജോസഫ് വോൾപേ പ്രപ്പോസ് ചെയ്ത ഒരു പെർട്ടിക്കുലർ തെറാപ്യൂട്ടിക് ടെക്നിക്കാണ്. എന്നാൽ ഇതേപോലത്തെ സിമിലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് എക്സ്പോഷർ തെറാപ്പി. സെയിം, അതായത് ആ വ്യക്തിയെ ആ ഒരു ഫിയറിലേക്ക് ഗ്രാജുവലി അയാളെ എക്സ്പോസ്ഡ് ആക്കുക, അങ്ങനെ അയാളുടെ ഫിയറിനെ കുറച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു ടെക്നിക്കാണ് എക്സ്പോഷർ തെറാപ്പി. ആൻഡ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള CBT, ഒരാളുടെ കൊഗ്നിറ്റീവ് തോട്ട് പ്രോസസ്സിൽ വരുന്ന പ്രോബ്ലംസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു തെറാപ്യൂട്ടിക് ടെക്നിക്കാണ് കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി.
ആൻഡ് ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നത് മെഡിക്കേഷൻസ് ആണ്. ആങ്സിയോലിറ്റിക്സ്, ആന്റി ഡിപ്രസൻസ് എന്നുള്ള പോലെ മെഡിസിൻസ് വെച്ചിട്ട് നമുക്ക് അവരെ ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ആങ്സിയോലിറ്റിക്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യുന്ന മെഡിസിൻസ്. ആന്റി ഡിപ്രസൻസും ഈ സ്പെസിഫിക് ഫോബിയ ട്രീറ്റ്മെന്റിന് അനുയോജ്യമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഐ തിങ്ക് ഫസ്റ്റ് ഡിസോർഡർ സ്പെസിഫിക് ഫോബിയ ഇവിടെ മനസ്സിലായി തോന്നുന്നു. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ. സോ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സോഷ്യൽ സിറ്റുവേഷനിലേക്ക് കടക്കാൻ ആൾക്ക് ഭയങ്കരമായിട്ടുള്ള പേടി. അതായത് ആളുകൾ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന രീതിയിൽ അയാളുടെ എന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ തരത്തിൽ ആ സിറ്റുവേഷൻ അങ്ങനെ ആവോ എന്നുള്ള ക്രമാതീതമായിട്ടുള്ള പേടി അയാൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അയാളെ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ എന്നുള്ള ഡയഗ്നോസിസിലേക്ക് കൺസിഡർ ചെയ്യുന്നതാണ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്റൻസ് ഫിയർ ഓഫ് സോഷ്യൽ ഓർ പെർഫോമൻസ് സിറ്റുവേഷൻ, അതായത് ഭയങ്കരമായിട്ടുള്ള പേടി ആ സിറ്റുവേഷനിൽ അയാൾ എന്തെങ്കിലും പെർഫോം ചെയ്യേണ്ടതായിട്ട് വരുന്ന രീതിയിൽ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു സ്റ്റേജിൽ ഒരു സംഭവം അഡ്രസ് ചെയ്യേണ്ട അവസ്ഥ വരികയാണ്. ഓബ്വിയസ്ലി നമുക്കൊക്കെ സ്റ്റേജ് ഫിയർ ഉണ്ടാവും. പക്ഷേ ഇന്റൻസ് ഫിയർ എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു സാധാരണ ഉണ്ടാവുന്നതിലേറെ ഫിയർ, എന്നിട്ട് അയാൾ ആ ഫിയറിങ് സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ട്. അയാള് ഇങ്ങനത്തെ ഗ്യാതറിങ്സിൽ വരുന്നില്ല, അയാൾ ഇത്തരം സിറ്റുവേഷൻസ് അഡ്രസ് ചെയ്യാതെ നിൽക്കുന്ന രീതിയിൽ നമുക്ക് അയാളെ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്നാൽ നേരത്തെ പഠിച്ച സ്പെസിഫിക് ഫോബിയയില് ഒരു ടൈപ്പ് ഓഫ് ഫോബിയ ഉണ്ട്, അഗോറോഫോബിയ എന്ന് പറയും. അഗോറോഫോബിയ എന്നത് ഇത്തരം സോഷ്യൽ സിറ്റുവേഷനിലേക്ക് ആളുകൾക്കുള്ള പേടിയാണ്. പക്ഷേ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറും അഗോറോഫോബിയയും എങ്ങനെയാണ് ഡിഫറെന്റ് ആയിട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ, അഗോറോഫോബിയ എന്നത് ആളുകളെ അഭിമുഖീകരിക്കാനുള്ള പേടിയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് നെഗറ്റീവ് ആയിട്ടുള്ള ഇവാലുവേഷൻ കിട്ടുമോ എന്നുള്ള പേടിയല്ല, മറിച്ച് അത്രയും ആളുകൾ നിൽക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർക്ക് ആ സിറ്റുവേഷൻസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പേടിയാണ് അഗോറോഫോബിയ. പക്ഷെ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് വെച്ചാൽ ഇത്തരം സിറ്റുവേഷൻസ് അഭിമുഖീകരിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അതാണ് ഈ രണ്ട് ഡിസോർഡേഴ്സിനെയും വേറിട്ട് നിർത്തുന്നത്. സോ ഇവിടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്റൻസ് ഫിയർ ഓഫ് സോഷ്യൽ ഓർ പെർഫോമൻസ് സിറ്റുവേഷൻ, ഫിയർ ഓഫ് നെഗറ്റീവ് ഇവാലുവേഷൻ, ആളുകൾ നമ്മളെ നെഗറ്റീവ് ആയിട്ടുള്ള മോശമായിട്ടുള്ള രീതിയിൽ ജഡ്ജ് ചെയ്യുമോ ഇവാലുവേറ്റ് ചെയ്യുമോ എന്നുള്ള പേടി, ഹ്യൂമിലിയേഷൻസ് കളിയാക്കുമോ എന്നുള്ള പേടി. ആൻഡ് ഫിസിക്കൽ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ ബ്ലഷിങ്, ട്രംബ്ലിങ്, സ്വെറ്റിംഗ്, പാൽപിറ്റേഷൻ. പാൽപിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഹൃദയമിടിപ്പിനാണ് നമ്മൾ പാൽപിറ്റേഷൻ. അതോടൊപ്പം തന്നെ സ്വെറ്റിംഗ്, ട്രംബ്ലിങ്, ഷിവറിങ്, അതേപോലെ തന്നെ ബ്ലഷിങ്. ആൻഡ് ഇനി നമ്മൾ അവോയ്ഡൻസ് ഓഫ് സിറ്റുവേഷൻസ്, ഇംപെയർഡ് ഫങ്ഷനിങ്. ഒബ്വിയസ്ലി ഇത്തരം സിറ്റുവേഷൻസിൽ നിന്ന് ഭയങ്കരമായിട്ട് മാറി നിൽക്കുമ്പോൾ അയാളുടെ സോഷ്യൽ ഫങ്ഷനിങ് എന്നുള്ള രീതിയിൽ വളരെ ഇമ്പയർമെന്റ് വരികയാണ്. സോ ഇതിന്റെ കോസസ് നോക്കുകയാണെങ്കിൽ ചൈൽഡ്ഹുഡ് ഷൈനസ്, ഓവർ പ്രൊട്ടക്റ്റീവ് പാരന്റിങ്. അതായത് ചെറുപ്പത്തിൽ കുട്ടി ഭയങ്കര നാണം അല്ലെങ്കിൽ ഷൈനസ് ഉള്ളവരാണ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള പാരന്റിങ്ങും കൂടി വരികയാണെങ്കിൽ ആ കുട്ടിക്ക് ഭാവിയിൽ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ വരാൻ കാരണം, ലൈക്ക് അത് ലീഡ് ചെയ്യുന്നു എന്ന് കാണിക്കുന്നു. നെഗറ്റീവ് സോഷ്യൽ എക്സ്പീരിയൻസസ്, ബുള്ളിയിങ്, റെഡിക്യൂൾ, അതായത് ഇത്തരത്തിലുള്ള ബുള്ളിയിങ് ഫേസ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ, അതേപോലെ തന്നെ കളിയാക്കലുകൾ നേരിട്ട ആളുകളാണെങ്കിൽ അവർക്ക് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജനറ്റിക് ആൻഡ് ന്യൂറോളജിക്കൽ വൾണറബിലിറ്റി, അതായത് ജനറ്റിക് പരമായിട്ട്, അതായത് പാരന്റ്സിന് ഇത്ര തരത്തിലുള്ള വൾണറബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് കുട്ടികളിലേക്കും കൈമാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദെൻ കംസ് ട്രീറ്റ്മെന്റ്. ഇനി എന്താണ് ഇത്തരം സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്ക് ട്രീറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ, ഓബ്വിയസ്ലി CBT വിത്ത് എക്സ്പോഷർ ആൻഡ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്. CBTയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ടെക്നിക്കാണ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്. അവരുടെ ഇററാഷണൽ ആയിട്ടുള്ള,
അതായത് ഒരു തരത്തിലുള്ള ലോജിക്കൽ അല്ലാത്ത തോട്ട്സിനെ നമ്മൾ റീസ്ട്രക്ചർ ചെയ്ത് കൊടുക്കുന്ന ടെക്നിക്കിലൂടെ CBT നമുക്ക് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറിനെ അഡ്രസ് ചെയ്യാൻ സഹായിക്കുന്നു. സോഷ്യൽ സ്കിൽ ട്രെയിനിങ്, ഈ പറഞ്ഞ പോലെ സ്റ്റേജ് ഫിയർ അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് എന്ന തരത്തിലുള്ള സോഷ്യൽ സ്കിൽസ്, ഐ തിങ്ക് നമ്മുടെ WHO 10 നമ്പർ ഓഫ് സോഷ്യൽ സ്കിൽസ് അഡ്രസ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ട്രെയിനിങ്ങിലൂടെ വളരെ എന്താ ക്രമാതീതമായിട്ട് നമ്മുടെ കൺട്രോളിൽ വരുന്നതല്ലെങ്കിൽ നമുക്ക് അവർക്ക് മെഡിക്കേഷൻസ് ആയിട്ടുള്ള SSRIs ആൻഡ് ബീറ്റ ബ്ലോക്കേഴ്സ് ഫോർ പെർഫോമൻസ് ആങ്സൈറ്റി ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ അതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യുന്നതാണ്. ബീറ്റ ബ്ലോക്കേഴ്സ് പുതിയൊരു ടേം ആണെങ്കിൽ അത് നമ്മുടെ ഫിസിക്കൽ സിംറ്റംസ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ പാൽപിറ്റേഷൻസ്, സ്വെറ്റിംഗ്, അങ്ങനത്തെ ഫിസിക്കൽ സിംറ്റംസ് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മെഡിക്കേഷൻസ് ആണ് ബീറ്റ ബ്ലോക്കേഴ്സ്. SSRIs നമ്മൾ ഡിപ്രഷൻ ഒക്കെ ആന്റി ഡിപ്രസൻസ് ആയിട്ട് വരുന്നതാണ് SSRIs ഒക്കെ. അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സും നമ്മുടെ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡേഴ്സിന് യൂസ്ഫുൾ ആണെന്ന് കാണിക്കുന്നുണ്ട്. സോ നമ്മൾ സോഷ്യൽ ആങ്സൈറ്റി, അതായത് ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ വരുമ്പോൾ ആളുകൾക്ക് അത് ക്രമാതീതമായിട്ടുള്ള രീതിയിൽ അവർക്ക് ഭയം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരം ആളുകളെ, അത്തരം കേസസിനെ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറിന്റെ പരിധിയിൽ കാണാവുന്നതാണ്. ഇനി അടുത്ത ഡിസോർഡർ ആണ് പാനിക് ഡിസോർഡർ. ഐ തിങ്ക് നമ്മളെല്ലാവരും വളരെ കോമൺ ആയിട്ട് ഇപ്പൊ കേൾക്കുന്ന ഒരു നെയിമാണ് പാനിക് ഡിസോർഡർ അല്ലെങ്കിൽ പാനിക് അറ്റാക്ക്. നമുക്ക് പാനിക് അറ്റാക്ക് സംഭവിച്ചു, അല്ലെങ്കിൽ എനിക്ക് പാനിക് അറ്റാക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഞാൻ പാനിക് ഡിസോർഡർ ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ആളാണ് എന്ന് കേൾക്കുന്നതാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വ്യക്തിക്ക് റിക്കറന്റ് അൺഎക്സ്പെക്റ്റഡ് പാനിക് അറ്റാക്സ് ഉണ്ടാവുന്നു എന്നാണ് ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് പാനിക് അറ്റാക്ക്? എന്താണ് പാനിക് അറ്റാക്ക്? പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞാല് സഡൻ ഓൺസെറ്റ് ആയിട്ടുള്ള എക്സസീവ് നിയർ ടു ഡെത്ത് സിറ്റുവേഷൻസ് കൈൻഡ് ഓഫ് ഫീലിംഗ് അയാളിൽ ഫേസ് ചെയ്യുന്നതാണ്. അയാളില് അത്രത്തോളമുള്ള ഫിയർ, അയാള് മരിക്കാൻ പോകുന്ന രീതിയിലുള്ള തോട്ട് അയാളുടെ കൊഗ്നിറ്റീവ്, ബിഹേവിയറൽ ആൻഡ് ഫിസിയോളജിക്കൽ ആയിട്ടുള്ള രീതിയിൽ അയാൾക്ക് കാണുന്നുണ്ടെങ്കിൽ അയാള് ആ എപ്പിസോഡ് പാനിക് അറ്റാക്ക് ആയിട്ട് നമുക്ക് കാണുന്നതാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ പാനിക് അറ്റാക്കിന്റെ സിംറ്റംസ് അല്ലെങ്കിൽ പാനിക് അറ്റാക്സിന്റെ സയൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പാനിക് അറ്റാക്കിന്റെ സയൻസ് ആയിട്ട് കാണുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ പാൽപിറ്റേഷൻ, അതായത് നമ്മുടെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള അൺഈസിനെസ്, പൗണ്ടിങ് ഹാർട്ട്, ആക്സിലേറ്റഡ് ഹാർട്ട് റേറ്റ്, സ്വെറ്റിംഗ്, ട്രംബ്ലിംഗ് ഓർ ഷെയ്ക്കിംഗ്, സെൻസേഷൻ ഓഫ് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, അയാൾക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നു, ഫീലിംഗ് ഓഫ് ചോക്കിംഗ്, എന്തോ ഇവിടെ നെക്കുന്നതായിട്ട്, അതായത് എന്തോ ഇവിടെ തടസ്സപ്പെടുത്തുന്ന പോലെ ഉള്ള ഫീലിംഗ്, ചെസ്റ്റ് പെയിൻ ഓർ ഡിസ്കംഫേർട്ട്, നോസിയ, അതായത് അവർക്ക് തലകറക്കം, ഡിസ്കംഫേർട്ട്, അതേപോലെ തന്നെ നോസിയ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഛർദിക്കാൻ അല്ലെങ്കിൽ വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി, പിന്നെ ചിൽ ഓർ ഹീറ്റ് സെൻസേഷൻ, അയാൾക്ക് ദേഹമാസകലം ഒരു തണുപ്പ് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ പാരസ്തേഷ്യ, നംബ്നെസ്, അതായത് അവൾക്കൊന്നും ഫീലിംഗ് ചെയ്യാത്ത രീതിയിൽ ഇത്തരമുള്ള ഫിസിയോളജിക്കൽ ആയിട്ടുള്ള റെസ്പോൺസ് വിച്ച് ഇസ് നിയർ ടു ഡെത്ത് സിറ്റുവേഷൻ അയാൾക്ക് ഫോർ എ സഡൻ എപ്പിസോഡ് തോന്നുകയാണെങ്കിൽ അയാള് നമ്മള് പാനിക് ആൻഡ് കൊഗ്നിറ്റീവ് ആസ്പെക്റ്റിൽ വരുമ്പോൾ ഞാനിപ്പോ മരിക്കാൻ പോവുകയാണ് എന്നുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഫീലിംഗ് അയാൾക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള എപ്പിസോഡ്സ് വരികയാണെങ്കിൽ അയാള് പാനിക് അറ്റാക്ക് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഈ പാനിക് അറ്റാക്ക് എങ്ങനെയാണ് പാനിക് ഡിസോർഡർ ആവുന്നത് എന്ന് വെച്ചാൽ, പാനിക് അറ്റാക്ക് ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ അയാൾ അവോയ്ഡ് ചെയ്യുക. നിരന്തരമായിട്ട് പാനിക് ഡിസോർഡർ വരും എന്നുള്ള ചിന്തയിൽ അയാൾക്കൊരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുക, എന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നൊക്കെ നിരന്തരമായിട്ട് അയാൾക്ക് ഫേസ് ചെയ്യുകയാണെങ്കിൽ അയാളെ നമ്മൾ പാനിക് ഡിസോർഡർ ആയിട്ട് കണക്കാക്കുന്നതാണ്. സോ ഇവിടെ നമുക്ക് ക്ലിനിക്കൽ ഫീച്ചേഴ്സിലെ കോമോർബിഡ് ആയിട്ട്, അതായത് അതിന്റെ ഒപ്പം തന്നെ അഗോറോഫോബിയയും കാണുന്നതാണ്. അതായത് ഇത്തരം പാനിക് അറ്റാക്ക് ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് അയാൾ ഒഴിവാക്കാൻ ശ്രമിക്കും. അത്തരത്തിൽ അയാളുടെ ഫങ്ഷനാലിറ്റി തന്നെ വളരെയധികം മാലഡാപ്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ബാധിക്കുന്ന ഒരു സംഭവമാണ് പാനിക് ഡിസോർഡർ എന്ന് പറയുന്നത്.
ഇതിന്റെ കോസ് നോക്കുകയാണെങ്കിൽ ജനറ്റിക് പ്രീഡിസ്പോസിഷൻ, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാരന്റ്സിൽ ഇത്തരം പാനിക് ഡിസോർഡർ ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ കുട്ടികളിൽ ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ന്യൂറോ കെമിക്കൽ അബ്നോർമാലിറ്റീസ്, അതായത് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന കെമിക്കൽ പ്രക്രിയ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷന്റെ അബ്നോർമാലിറ്റി കാരണവും നമുക്ക് പാനിക് അറ്റാക്സ് വിച്ച് ലീഡ്സ് ടു പാനിക് ഡിസോർഡേഴ്സ് കാരണമാകും. നോറെപ്പിനെഫ്രിൻ, സെറോട്ടോണിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇന്റെ അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ അവരുടെ റിയാക്ഷൻസിൽ വരുന്ന അപാകതകൾ കാരണം നമുക്ക് പാനിക് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. ആൻഡ് സ്ട്രെസ്ഫുൾ ലൈഫ് ഇവന്റ്സ്, ഒരാള് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ഇവന്റ്സിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അയാൾക്ക് ഇത്തരം പാനിക് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് കാണിക്കുന്നത്. ഇത്തരം പാനിക് അറ്റാക്സിനെ പേടിച്ച് ഒരാൾ അയാളുടെ നിത്യജീവിതത്തിലുള്ള കാര്യങ്ങൾ വരെ അഡ്ജസ്റ്റ് ചെയ്ത് വളരെ ബുദ്ധിമുട്ടിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് അയാളെ പാനിക് ഡിസോർഡർ ആയിട്ട് കണക്കാക്കാവുന്നതാണ്. ആൻഡ് വെൻ വി ലുക്ക് ഇൻ ടു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ്, CBT, അതേപോലെ തന്നെ ആന്റി ഡിപ്രസൻസ് മെഡിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ആന്റി ഡിപ്രസൻ, ബെൻസോഡയാസിപ്പൈൻ പോലത്തെ മെഡിക്കേഷൻസ് വഴിയും നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇനി അടുത്ത ഒരു അടുത്തൊരു ടൈപ്പ് ഓഫ് ഡിസോർഡർ നോക്കുകയാണെങ്കിൽ ജനറൽ ആങ്സൈറ്റി ഡിസോർഡർ. ജനറൽ ആങ്സൈറ്റി ഡിസോർഡറിനെ ഫ്രീ ഫ്ലോട്ടിംഗ് ആങ്സൈറ്റി എന്നും വിളിക്കാറുണ്ട്. എന്താണ് ജനറൽ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന മിക്ക കാര്യങ്ങളിലും നമുക്ക് വളരെ അധികമായിട്ടുള്ള ആകുലത, ഉത്കണ്ഠ, അതായത് ഇപ്പോ ചെറിയ കാര്യങ്ങൾ, ഇപ്പോ ഒരു ഭാര്യയുടെ ഹസ്ബൻഡ് ജോലിക്ക് പോയി, അയാള് അവിടെ എത്തിയോ, അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുവോ, വഴിയിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുവോ, അവരുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, ടീച്ചർ അവരോട് നല്ല രീതിയിൽ പെരുമാറില്ലേ, അവർക്ക് പഠിക്കാൻ വെറി അയാൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അയാളെ ജനറൽ ആങ്സൈറ്റി ഡിസോർഡറിലേക്ക് കൺസിഡർ ചെയ്യുന്നതാണ്. ആൻഡ് റെസ്റ്റ്ലെസ്നെസ്, ഇറിറ്റബിലിറ്റി, മസിൽ ടെൻഷൻ, ഫാറ്റീഗ് എന്ന തരത്തിലുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സും ഡിഫിക്കൽറ്റി ഇൻ കോൺസെൻട്രേറ്റിംഗ്, സ്ലീപ്പ് ഡിസ്റ്റർബൻസ് എന്ന തരത്തിലുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മൾ ഒരാളിൽ കാണുകയാണെങ്കിൽ നമ്മൾ അയാളെ ജനറൽ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് എന്നുള്ള കാറ്റഗറിയിലേക്ക് ഡയഗ്നോസിസിലേക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പോ ഈ പിക്ചറിൽ നമുക്ക് കാണുന്നത് പോലെ ഒരു സ്ത്രീ അയാളുടെ തലയിൽ പോകുന്ന ചിന്തകളാണ്. ഐ ഫീൽ ലൈക്ക് ഐ ഷുഡ് ബി വറി അബൌട്ട് സംതിങ് ബട്ട് ഐ ഡോണ്ട് നോ വൈ. എന്തിലോ അയാൾ വെറി ചെയ്യണമെന്നുണ്ട്, പക്ഷെ എന്തിനാണെന്ന് അറിയില്ല. വൈ ആം ഐ ഗെറ്റിംഗ് worried physical symptoms? My muscle feels so tight, I can't get comfortable. Why can't I relax? There's nothing I should be worried about. ഒരു രീതിയിലുള്ള ത്രെറ്റ് അയാൾക്കില്ല, എന്നാലും അയാൾ എന്തോ വെറിയിലാണ്. അത്തരം അൺസർട്ടൈൻ ആയിട്ടുള്ള ഇല്ലോജിക്കൽ എന്ന് പറയാൻ പറ്റുന്ന, ലൈക്ക് ദോ ഇല്ലോജിക്കൽ എന്നുള്ള ടേം നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ലെങ്കിലും ഒരു സർട്ടൈൻ ആയിട്ടുള്ള വെറി അയാളുടെ മുന്നിലില്ല എന്നിരിക്കുകയും അയാള് പല കാര്യങ്ങളിലും ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ആങ്സൈറ്റി മോർ ദാൻ 6 months ഫേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അയാളെ ജനറൽ ആങ്സൈറ്റി ഡിസോർഡർ എന്നുള്ള കാറ്റഗറിയിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിന്റെ കോസ് ആൻഡ് ട്രീറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ജനറ്റിക് പ്രീഡിസ്പോസിഷൻ, ന്യൂറോ ട്രാൻസ്മിറ്റർ ഡിസ്ഫങ്ഷൻ, ഗാബ, സെറോട്ടോണിൻ എന്നുള്ള പോലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ വരുന്ന ഡിസ്ഫങ്ഷൻ, എൻവയോൺമെന്റൽ സ്ട്രെസ്സസ് എന്നിവ കാരണം ജനറൽ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ടാവുന്നതാണ്. ട്രീറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ CBT, റിലാക്സേഷൻ ടെക്നിക്, ബ്രീത്തിങ് ടെക്നിക്, നമ്മള് പലതരത്തിലുള്ള ഇപ്പം ഗ്രൗണ്ടിങ് ടെക്നിക്സ് അല്ലെങ്കിൽ ബ്രീത്തിങ് ടെക്നിക്സ് വെച്ചിട്ട് അവരെ റിലാക്സ് ചെയ്യാൻ നമുക്ക് പറ്റുന്നതാണ്. സപ്പോർട്ടീവ് ആയിട്ടുള്ള സൈക്കോ തെറാപ്പി വെച്ചും നമുക്ക് അവരെ ട്രീറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരാളെ നമുക്ക് അയാളുടെ കോസും ട്രീറ്റ്മെന്റും ഐഡന്റിഫൈ ചെയ്യാവുന്നതാണ്. സോ ദീസ് ആർ ദ 4 മേജർ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഇൻ DSM-5. സോ നമ്മള് DSM-5ലെ മേജർ 4 ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ആണ് ഇവിടെ കാണേണ്ടത്. സോ ഒന്ന് ബ്രീഫ് ആയിട്ട് പോവുകയാണെങ്കിൽ എന്താണ് ആങ്സൈറ്റി? ഒരാൾക്ക് വളരെ
ക്രമാതീതമായിട്ടുള്ള ആങ്സൈറ്റി തോന്നുന്ന ഒരവസ്ഥയാണ് നമ്മൾ ആങ്സൈറ്റി ഡിസോർഡർ ആയിട്ട് കണക്കാക്കുന്നത്. അയാൾ ആ സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, അയാൾക്ക് ആ സിറ്റുവേഷൻസിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എന്നതൊക്കെയാണ് ആങ്സൈറ്റി ഡിസോർഡറിൽ നമ്മൾ കാണുന്നത്. ആങ്സൈറ്റി ഡിസോർഡർ 4 മേജർ ആങ്സൈറ്റി ഡിസോർഡർ, സ്പെസിഫിക് ഫോബിയ, അതിൽ 4 ടൈപ്പ്: സിറ്റുവേഷൻ, ഒബ്ജക്റ്റ്, എൻവയോൺമെന്റ്, ലാസ്റ്റ്ലി നമ്മുടെ ബ്ലഡ് ഇഞ്ചറി ടൈപ്പ്. അത് എന്നിട്ട് നമ്മൾ വരുന്നത് നമ്മുടെ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ. ഒരു സോഷ്യൽ സിറ്റുവേഷൻ ആൾക്ക് അഭിമുഖീകരിക്കാനുള്ള ബുദ്ധിമുട്ട്. ദെൻ വരുന്നത് നമ്മുടെ പാനിക് ഡിസോർഡർ. പാനിക് അറ്റാക്ക് മൂലം ഒരാൾക്ക് നിരന്തരമായിട്ട് ഇത്തരം പാനിക് അറ്റാക്ക് ഇനി വരുമോ എന്നുള്ള പ്രീഡിസ്പോസിഷൻ നിൽക്കുന്ന പാനിക് ഡിസോർഡർ. ദെൻ ലാസ്റ്റ്ലി ജനറൽ ആങ്സൈറ്റി ഡിസോർഡർ. സോ ഈ 4 ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കേണ്ടത്. ലുക്കിംഗ് ഫ്രം ആൻ എക്സാം പെർസ്പെക്റ്റീവ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ, ഒരു എക്സാമിന് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് നോക്കുമ്പോൾ നമ്മൾ മേജർലി കൺസിഡർ ചെയ്യേണ്ട, അല്ലെങ്കിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നോക്കേണ്ട ഡിസോർഡേഴ്സിനെ നോക്കേണ്ട പോയിന്റ്സ് എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഒരു 1 ലൈൻ ഡെഫിനിഷൻ, എന്താണ് ആ ഡിസോർഡർ എന്നുള്ള ഒരു ഡെഫിനിഷൻ നമ്മുടെ കയ്യിൽ വേണം. കീ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ടൈപ്സ്, എത്ര തരത്തിലുണ്ട്, ആൻഡ് ആ ഡിസോർഡർ ഐഡന്റിഫൈ ചെയ്യാവുന്ന മേജർ ക്യാരക്ടറിസ്റ്റിക്സ് അത് നമ്മുടെ കയ്യിൽ വേണം. ആൻഡ് കോസ് ആൻഡ് ട്രീറ്റ്മെന്റ്, അതായത് എന്താവാം അതിന്റെ റീസൺ ആൻഡ് കോസ്, അതിനോടുള്ള ട്രീറ്റ്മെന്റ്സും നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ ഈ ഡിസോർഡേഴ്സിലുള്ള ഒരു ഓവറോൾ ഐഡിയ നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നോക്കാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി മച്ച് മോർ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടുണ്ടാവും, നമുക്ക് അത്തരം ചോദ്യങ്ങളെ നന്നായിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ദീസ് ആർ ദ മേജർ ഫോർ ആങ്സൈറ്റി ഡിസോർഡർ. ഐ ഹോപ്പ് എല്ലാവർക്കും ഇത് ക്ലിയർ ആയിട്ടുണ്ട്. എന്ത് ക്വസ്റ്റ്യൻസ് എനി ക്വയറീസ് ഉണ്ടെങ്കിൽ ഡോണ്ട് ഫീൽ ഹെസിറ്റേഷൻ, യു ആർ ഓപ്പൺ ഫോർ ഡിസ്കഷൻ. So I hope that's it. Thank you so much for